नंद कंद सुंदर गोपाला नंद कंद सुंदर गोपाला नंद कंद सुंदर गोपाला नंद कंद सुंदर गोपाला सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद जय बोल सद्गुरु महाराज की जय. ഗുരുനാഥന്റെ പെരുമ പറഞ്ഞുകൊണ്ടാണ് ശൗനകൻ ചോദിക്കുന്നു. ഭാഗവതത്തിൻ്റെ കഥയുടെ സാരം പറയുന്നു. പ്രാർത്ഥിച്ചപ്പോഴാണ് സൂതപൗരാണികൻ പറയുന്നു, കാലവ്യാളമുഖഗ്രാസത്രാസനിന്നാശഹേതവേ. എല്ലാവർക്കും ഈ കാരണം കണ്ടാണ് പേടി. ഈ കാലമാകുന്ന സർപ്പം എല്ലാവരെയും പിടിക്കാൻ വരും. അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ പുറപ്പെടണമെങ്കിൽ കലൗ കീരേന ഭാഷിതം. ശുകാചാര്യൻ്റെ ഈ ഉപദേശം ഭാഗവതം കേട്ടാൽ മതി. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ. മനസ്സ് ശുദ്ധമാക്കാൻ ഈ ഭാഗവതമാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷേ ഈ ഭാഗവതം കേൾക്കാൻ പെട്ടെന്ന് നമുക്ക് തോന്നില്ലേ? എന്താ കാരണം? നമ്മൾ വിചാരിക്കും ഭാഗവതം കേട്ടാൽ പുണ്യം, ഭാഗവതം കേട്ടാൽ പുണ്യമില്ലേ? പുണ്യം കൂടുതലുള്ളവർക്ക് മാത്രമേ ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ. ഈ ജന്മത്തിൻ്റെ പുണ്യം മാത്രം പോരാ. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരത്തിൻ്റെ സുഹൃതം കൂടി വരും. അങ്ങനെ ജന്മാന്തര സുഹൃതം കൂടുതൽ ആകുമ്പോഴാണ് ഭാഗവതം കേൾക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവർക്ക് വരാൻ തോന്നില്ലേ, കുറേ ദൂരത്തിൽ നിന്നും വരാൻ തോന്നിപ്പോകും. ഇതാ കാരണം, അവർക്ക് ആയിട്ടില്ലേ, അത്ര സുഹൃതമായിട്ടില്ലേ. അതല്ല, കൂടുതൽ പുണ്യമുള്ള കൂടുതൽ പൈസ ഉള്ളവരെ ജ്വൽസ് കടയിൽ പോകും. 10 രൂപ ഉണ്ടായാൽ മതി, ചായക്കടയിൽ നിറച്ച് തർക്കമുണ്ടാവും. കാരണം അതുപോലെ കൂടുതൽ പുണ്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ ഭാഗവതത്തിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. പരീക്ഷത്തിന് ശുകാചാര്യൻ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ദേവന്മാർക്ക് അമൃതകലശവുമായി അവിടെ വന്നു. ശുകാചാര്യൻ്റെ മുന്നിൽ വെച്ചു, ഇതുകൊണ്ട് സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഭാഗവതം തരണേ. ശുകം നത്വാ അവദൻ സർവേ സ്വകാര്യ കുശലാസുരാഃ കഥാസുധാം പ്രയച്ഛസ്വ ഗ്രീക്വൈവ സുധാമിമാം. ദേവാസ്വാർത്ഥാഃ ന സാധവഃ എന്ന ഇടയ്ക്ക് ഭാഗവതത്തിൽ പറയുന്നത്. ദേവന്മാർക്ക് സ്വാർത്ഥന്മാരാണ് സാധാരണ ദേവന്മാർക്ക്. അവർക്ക് സ്വകാര്യ കുശലന്മാരായ അവർ എന്ത് ചെയ്തു? ശുകാചാര്യൻ്റെ മുന്നിൽ അമൃതം കൊടുത്തു. സാധാരണ അമൃതം കൊടുക്കാറില്ലേ? ശുകാചാര്യൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് സ്വീകരിച്ചിട്ട് ഭാഗവതം തരണേ പ്രാർത്ഥിച്ചപ്പോൾ ശുകാചാര്യൻ പറ്റില്ല പറഞ്ഞു.
പിന്നെ പരീക്ഷത്തിൻ്റെ മുന്നിൽ കൊടുത്തു. കാരണം പരീക്ഷത്തിന് കുറച്ച് അമൃതം കുടിച്ചാൽ മതി, പിന്നെ 7 ദിവസമില്ലേ, 70 ദിവസമായാലും മരിക്കില്ല, കുറച്ച് കുടിച്ചാൽ മതി. പക്ഷെ പരീക്ഷയ്ക്ക് പോലും വേണ്ടാൻ പറഞ്ഞു. ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാചഃ ക്വ മണിം മഹാൻ ബ്രഹ്മരാതോ വിചാരീവം തദാ ദേവാഞ്ജഹാസഃ. ഈ അമൃതവും ഭാഗവതവും ഒന്നാവില്ലേ? എന്താ കാരണം? അമൃതം കുടിച്ച് കഴിയുമ്പോൾ എന്താവും? പുണ്യം കുറയും, താഴോട്ട് വീഴും. ഭാഗവതം എന്താണ്? ഭാഗവതം കുടിക്കുമ്പോൾ, ഭാഗവതം കഴിക്കുമ്പോൾ പുണ്യം കൂടുതലാവും, മേൽപോട്ട് ചെല്ലും, ഉയർന്ന തലത്തേക്ക് ചെല്ലും. അത് താഴോട്ട് വീഴുന്ന അമൃതമാണ്. അതുകൊണ്ട് വേണ്ട പറഞ്ഞു. രാജ്ഞോ മോക്ഷം തഥാവീക്ഷ്യ 7 ദിവസം കൊണ്ട് തന്നെ ഭഗവാന്റെ പാദത്തിൽ എത്തിയെന്ന് കണ്ടപ്പോഴാണ് ബ്രഹ്മാവിന് പോലും അത്ഭുതം തോന്നി. ഈ ഭാഗവതത്തിൻ്റെ പെരുമ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സത്യലോകേ തുളാംബദ്വാതോലയത് സാധനാന്യജഃ. ഭാഗവതം മഹാത്മ്യം ആദ്യത്തെ അധ്യായത്തിലാണ് ഇതൊക്കെ പറയുന്നു. സത്യലോകത്തിൽ ഒരു തുലാഭാരം നടത്തി ബ്രഹ്മാവ്. ബാക്കി ഗ്രന്ഥങ്ങൾ മുഴുവനും ഒരു തറാസിൽ വെച്ചു, ഒരു തറാസിൻ്റെ ഒരു തട്ടത്തിൽ വെച്ചു. പിന്നെ ഭാഗവതം ഒരു അടുത്ത തട്ടത്തിൽ വെച്ചു. കാരണം ബ്രഹ്മാവിൻ്റെ കയ്യിൽ കൂടുതൽ പുസ്തകം ഉണ്ടല്ലോ. എന്നാലും ബ്രഹ്മാവിൻ്റെ ഭാര്യ സരസ്വതി എപ്പോഴും പുസ്തകം വെച്ച് വായിക്കുന്ന ഭാര്യയാണ്. അപ്പോൾ ബീരോയിലും ലൈബ്രറിയിലൊക്കെ എത്ര ഉണ്ടോ എല്ലാ പുസ്തകവും വെച്ചു. പിന്നെ ഭാഗവതം വെച്ചപ്പോൾ എന്തായി? സാധാരണ കൂടുതൽ വെയിറ്റ് ഉള്ളതാണ് താഴോട്ട് വരേണ്ടത്. കൂടുതൽ വെയിറ്റ് കമ്മിയായിട്ട് ഇരിക്കുന്നത് മേൽപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ എന്തായി? ലഘൂനി അന്യാനി ജാതാനി ഗൗരവേന ഇദം മഹത്. ഈ ഭാഗവതമാകുന്ന ആ തട്ടം താഴോട്ട് വന്നു, വെയിറ്റ് കൂടുതലാണ്. ബാക്കി ഗ്രന്ഥങ്ങളൊക്കെ മേൽപ്പോട്ട് പോകും. അപ്പോഴാണ് മനസ്സിലാക്കിയ എല്ലാവരും മേലിതേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കളു. ഭഗവാന്റെ സ്വരൂപമാണ് ഈ ഭാഗവതം. ഇത് പഠനം ചെയ്താലും ശ്രവണം ചെയ്താലും നമുക്ക് ഭഗവാനെ തന്നെ കയ്യിൽ കൊടുക്കുന്ന സാധനമാണ്. ഈ ഭാഗവതം 7 ദിവസങ്ങളായി കേൾക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. സപ്താഹേന ശ്രുതം ചെയ്തത് സർവഥാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരൈഹി. സനകാദികൾ പണ്ട് നാരദർക്ക് 7 ദിവസം കൊണ്ട് ഈ ഭാഗവതം കേൾപ്പിച്ചു പറഞ്ഞപ്പോഴാണ് ശൗനകൻ ചോദിക്കുന്നു, നാരദനക്ക് ഒരുത്തരത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് ശാപം കിട്ടിയ ആളാണ് നാരദനക്ക് ഓരോ ആളില്ല, 2 ശാപം, 2 ആൾക്കാരുടെ ശാപം. ഒന്ന് ആരാണ്? ദുർഭഗാവിലുള്ള യമൻ്റെ പുത്രി. അവൾ എന്ത് ചെയ്തു? നാരദനോട് പ്രാർത്ഥിച്ചു, എന്നെ വിവാഹം കഴിക്കണേ. നാരദൻ പറ്റില്ലേ പറഞ്ഞു. ഞാൻ ബ്രഹ്മചര്യ വ്രതം എടുത്ത ആളാണ്. അപ്പോൾ ആ ദുർഭഗ എന്ത് ചെയ്തു? ശാപം കൊടുത്തു, നീ ഒരു സ്ഥലത്തിൽ നിൽക്കാതെ ഇങ്ങനെ ചുറ്റി നടക്കണം. പിന്നെ 2ാമത്തെ തവണ ദക്ഷൻ്റെ പുത്രന്മാരെ അദ്ദേഹം പുത്രന്മാർക്ക് സന്യാസ ദീക്ഷ കൊടുത്തപ്പോൾ ദക്ഷൻ ശപിച്ചു, ഒരു സ്ഥലത്തിൽ നിൽക്കാൻ പറ്റാതെ ചുറ്റി നടക്കണം. ഇങ്ങനെ ശാപം കിട്ടിയ നാരദന് ഒരു സ്ഥലത്തിൽ നിൽക്കാൻ പറ്റില്ല. 7 ദിവസം തന്നെ നിൽക്കണ്ടേ, ഒരു മുഹൂർത്തം പോലും നിൽക്കാൻ പറ്റാത്ത ആളാണ്. നാരദസ്യ അസ്ഥിരസ്യ ലോകവിഗ്രഹമുക്തസ്യ. ഇത് ചോദിച്ചപ്പോഴാണ് അതാണ് ഭാഗവതത്തിൻ്റെ പെരുമ. ഭാഗവതത്തിൻ്റെ പെരുമ എന്താണ് ചോദിച്ചാൽ, ഈ ശാപങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. നമ്മുടെ കുടുംബത്തിൽ പല ആൾക്കാരുടെ ശാപം ഉണ്ടാവും. ചില ആൾക്ക് സർപ്പശാപം. സർപ്പം ഇരിക്കുന്ന സ്ഥലത്ത് മിക്കവാറും കേരളം മുഴുവൻ പാമ്പുകളുടെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പണ്ടൊക്കെ. കാരണം ഈ സർപ്പത്തിൻ്റെ സ്ഥലമായ കേരളത്തിലാണ് പിന്നെ പരശുരാമൻ അതുകൊണ്ട് സമുദ്രം അങ്ങോട്ട് കുറച്ച് മാറ്റി ഉണ്ടാക്കി. ഇപ്പോൾ സർപ്പം താമസിക്കുന്ന സ്ഥലത്തിൽ നമുക്ക് വീട് കെട്ടിയാൽ അത് സർപ്പശാപമായി വരും. പിന്നെ ആരെങ്കിലും യതികൾ വരുമ്പോൾ, ഭിക്ഷക്കാരുടെ യതികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഇല്ല പറഞ്ഞാൽ യതിശാപമായി പോകും. പിന്നെ ഗോശാപം. പശുവിന് മര്യാദയ്ക്ക് നോക്കണം. എൻ്റെ വീട്ടിൽ പശുവില്ലല്ലോ ഞാൻ വിചാരിക്കരുത്, നമ്മളെല്ലാവരും പാൽ കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും പശുവിനെ എന്തെങ്കിലും കൊടുക്കണം. ഇത് ഗോശാല അടുത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കൊടുക്കണം. ഗോശാപം, അതുപോലെ ഗുരുശാപം, ബ്രാഹ്മണ ശാപം, സുമംഗലി സ്ത്രീകളുടെ ശാപം. സുമംഗലിയായ സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ വരുന്ന മരുമകളെ കരയിപ്പിച്ചാൽ
അത് സുമംഗളി ശാപമാണ്. ഇപ്പോൾ കുറച്ച് മാറ്റി പറയണം. മരുമകൾ അമ്മായിയമ്മയെ കരയിപ്പിച്ചാലും അത് സുമംഗളി ശാപമാണ്. എന്തു പറയേണ്ടി വരും? അങ്ങനെ സുമംഗളി ശാപം, ബാലശാപം, കുട്ടികളെ കൂടുതൽ തള്ളുമ്പോൾ അവരുടെ ശാപമായി നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. ബാലശാപം, പിതൃശാപം, പിന്നെ പല ശാപങ്ങൾ. ഈ ശാപങ്ങളൊക്കെ മാറ്റിത്തരേണ്ടതാണ് ഭാഗവതം. ഭാഗവതം കേട്ടാൽ മതി, നമ്മുടെ സർവ്വശാപവും നീങ്ങും. അതുകൊണ്ടാണ് അസ്ഥിരനായ നാരദൻ പോലും ഭാഗവതം കേൾക്കാറുണ്ടപ്പോൾ എന്തായി? ശാപങ്ങളൊക്കെ മാറിപ്പോയി. പിന്നെ നാരദൻ ഒരു വിധിയായിട്ട് കൊണ്ട് ചെയ്യാറില്ല. അദ്ദേഹം ഒരു ഉന്മത്തനെ പോലെയാണ്. വിധിസ്രവേ കുതഃപ്രീതി. അദ്ദേഹം ആത്മാർത്ഥമായി അങ്ങനെ ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരു വിധി ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാവില്ല. ഈ നാരദൻ എപ്പോഴാണ് സനകാദികളെ കണ്ടുമുട്ടി ആ കഥ ഒന്ന് വിസ്തരിക്കണേ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ പറഞ്ഞു സൂതപൗരാണികൻ, ശുകേനമയ പ്രോക്തം രഹസ്യം വിചാര്യ. ശുകാചാര്യൻ ഇത് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതാണ്. കാരണം ശിഷ്യന്മാർക്ക് എല്ലാം ഉപദേശിക്കാൻ പാടില്ല, കുറച്ച് രഹസ്യമായിട്ട് വയ്ക്കണം. നല്ല ശിഷ്യനാണ് മനസ്സിലാക്കിയ ശേഷം പിന്നെ ഉപദേശിക്കാം. അങ്ങനെ ഒരു ദിവസം ഏകദാഹി വിശാലായാം, വിശാലാപയുന്ന ബദരികാശ്രമ ക്ഷേത്രത്തിൽ സത്സംഗത്തിന് വേണ്ടി സനകാദി മുനീശ്വരന്മാർ അവിടെ വന്നു. അപ്പോൾ നാരദനെ അവർ കണ്ടു. നാരദൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാരദനെ കണ്ടപ്പോഴാണ് അവർക്ക് അത്ഭുതം. നാരദൻ എപ്പോഴും കരയാറില്ലേ, എപ്പോഴും സന്തോഷത്തോടെ നാമം ജപിക്കുന്ന ആളാണ്. അങ്ങനെ നാരദനെ കണ്ടപ്പോൾ ചോദിച്ചു, കഥം ബ്രഹ്മൻ ദീനമുഖഃ കുതശ്ചിന്താതുരോ ഭവാൻ. അപ്പോഴാണ് നാരദൻ പറഞ്ഞു തൻ്റെ അനുഭവം ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അകന്തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി. ഈ ഭൂമിയാണ് ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കി ഞാൻ ഭൂമിയിൽ ചെന്നു. പുണ്യക്ഷേത്രങ്ങളൊക്കെ ചെന്നു. പുഷ്കരഞ്ച പ്രയാഗഞ്ച. പുഷ്കരൻ ഒരു ക്ഷേത്രം രാജസ്ഥാനിലെയാണ്. അവിടെ കുളരൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അവിടുത്തെ കുളം വളരെ ശ്രേഷ്ഠമാണ്. പുഷ്കരം ദുഷ്കരം ഗന്ധും, പുഷ്കരേ ദുഷ്കരം തപഃ എന്നൊക്കെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. പുഷ്കരം ചെല്ലാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടില്ലേ കുളം പണിയാണ്. ഇപ്പോൾ ചെല്ലണമെങ്കിൽ അവിടെ അടുത്തുള്ള അജ്മീർ സ്റ്റേഷനുണ്ട്, അതുവരെ റെയിലിൽ ചെല്ലാം. പിന്നെ അവിടെ ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ കാറിൽ നോക്കി. ഇപ്പോൾ സൗകര്യമൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാം ചെന്നിരുന്നത്. അവിടെയാണ് ദേവന്മാർ പോലും തപസ് ചെയ്ത്, ആയിരക്കണക്കിന് തപസ് ചെയ്ത് വർഷങ്ങൾ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്ഥാനം കിട്ടി, വിഷ്ണുവിൻ്റെ സ്ഥാനം കിട്ടി. എല്ലാവരും തപസ് ചെയ്ത് മഹാക്ഷേത്രമാണ്. വിശ്വാമിത്രൻ പോലും ബ്രാഹ്മണനായി മാറാൻ വേണ്ടി അവിടെ ചെന്ന് തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് രാമായണത്തിൽ. അങ്ങനെ പുഷ്കരത്തിൽ തപസ് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. പുഷ്കരം ചെന്നു, പിന്നെ പ്രയാഗക്ഷേത്രം ചെന്നു, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, ഹരിദ്വാർ, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, എവിടെ ചെന്നാലും ഒരു മനസ്സിന് സന്തോഷം ഉണ്ടായിട്ടില്ല ഈ നാരദന്. അങ്ങനെ ചുറ്റി. എന്താ കാരണം? എല്ലാ ദിക്കിലും ധർമ്മം പറഞ്ഞിരിക്കുന്നു. ധർമ്മം ക്ഷേത്രമൊക്കെ പോകുന്നത് എന്തിനാ? നമ്മുടെ വീട് കൊണ്ട് മറന്ന് ഭഗവാനെ സമാധാനമായിട്ട് നമ്മൾ ഭഗവാനെ ചിന്തിക്കാൻ വേണ്ടിയാണ്. വീട്ടിലിരുന്നാൽ ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ലേ, ഇടയ്ക്ക് ഫോണും ഉണ്ടാവും, ഇടയ്ക്ക് വീടിൻ്റെ പ്രാരബ്ധകർമ്മങ്ങളുണ്ടാവും. അപ്പോൾ തീർത്ഥയാത്രയായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ വീട് മറന്ന് ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയാണ് തീർത്ഥയാത്ര ചെല്ലുന്നത്. ഇപ്പോൾ മിക്കവാറും എന്തായി, ശ്രീരംഗം മുതലായ ക്ഷേത്രങ്ങളിലാണ് വീടിൻ്റെ സാധനം, ഈ ദോശ ഉണ്ടാക്കുന്ന സാധനം, പാത്രം, ഇങ്ങനെ എല്ലാ പാത്ര സാധനങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. വീട് മറക്കേണ്ട സ്ഥലത്തിലാണ് വീടിൻ്റെ ഓർമ്മ വരുന്നത്. കാരണം കടക്കാരൊക്കെ മിടുക്കന്മാരാണ്. തറക്ക് വരുന്നത് എവിടെയാണ്? അമ്പലത്തിലാണ്. അവിടെ നമുക്ക് കട വയ്ക്കാം. ഈ ഭഗവാന്റെ സംബന്ധമായ കടകൾ വെച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ വാശിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ട സാധനം വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ മിക്കവാറും തമിഴ്നാട്ടിലൊക്കെ എല്ലാ അമ്പലത്തിൻ്റെയും മുമ്പിലാണ് വീടിൻ്റെ സാധനമൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഓർമ്മ വരും. സത്യം നാസ്തി തപസ്സൗചം ദയാദാനം നൈതിരേ. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥമാണ്. ഇത് കണ്ടപ്പോൾ നാരദന് സങ്കടമായി. പിന്നെ അദ്ദേഹം നാമം ജപിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നു.
കാരണം വൃന്ദാവനം ഭഗവാൻ നടന്ന സ്ഥലല്ലേ. അവിടെ ചെന്ന് നോക്കാൻ വിചാരിച്ച് വൃന്ദാവനത്തിൽ വരുന്നു. വൃന്ദാവനത്തിൽ വരുമ്പോൾ നാമം ജപിച്ചു വരുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ. നാമം ജപിച്ച് നാരദൻ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരു യുവതിയായ പെൺകുട്ടി, ഒരു 18 വയസ്സുകാരി. അവളെ ചുറ്റും പല സ്ത്രീകളൊക്കെ വീശി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടി നാരദനെ കണ്ടപ്പോൾ ഭോഗോ സാധോ ക്ഷണം തിഷ്ഠ, നാരദനെ വിളിച്ചു. നാരദ അവിടെ വരൂ. അപ്പോൾ നാരദൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പേര് ഭക്തി എന്നാണ് പേര്. അഹം ഭക്തിർവിഖ്യാത യമോ മേ തനയോ മതോ, ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ. എൻ്റെ അടുത്ത്, അവിടെ ആ കുട്ടിയുടെ അടുത്ത് 2 കിഴവന്മാർ മുത്തശ്ശന്മാർ കടന്ന് ഉറങ്ങുന്നു. ഇവരാണ് ചെയ്യുമ്പോൾ ഇവരാണ് എൻ്റെ കുട്ടികൾ. എന്നെ വീശിക്കൊണ്ടിരിക്കുന്നവരൊക്കെ പുണ്യ നദികളാണ്. ഗംഗാദ്യ സരിതസ്യേമാഹ, ഗംഗാദി പുണ്യതീർത്ഥങ്ങളൊക്കെ രൂപം ധരിച്ച് എന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും എനിക്ക് ഒരു സന്തോഷമില്ല. ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ഉത്പന്ന ദ്രവിഡേസാഹം. ആരെങ്കിലും കണ്ടാൽ സ്ത്രീകളൊക്കെ സ്വന്തം വർത്തമാനം പറയാറുണ്ടല്ലോ, ഞാൻ അവിടെ ജനിച്ചതാണ്, ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വിവാഹം കഴിച്ചു, അവിടെ ചെന്നു പറയാറുണ്ടല്ലോ. പിന്നെ എൻ്റെ ഭർത്താവിന് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ ചെന്നു ഇവിടെ ചെന്നു, ഈ കഥ മുഴുവൻ പറയാറുണ്ടല്ലോ. സാധാരണ സ്ത്രീകൾ കണ്ടുപിടി അങ്ങനെ പറയാറുണ്ട്. അതുപോലെയാണ് ഇവിടെ നാരദനോട് പറയുന്നു, ഉത്പന്ന ദ്രവിഡേസാഹം. ഭക്തിദേവി തമിഴ്നാട്ടിൽ ജനിച്ചു. അതുകൊണ്ടായിരിക്കും കൂടുതൽ അയ്യപ്പനെ സേവിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടക അവിടെ നിന്ന് വരുന്നുണ്ട് കൂടുതൽ ആളുകൾ. തമിഴ്നാട്ടിൽ ഭക്തി ജനിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയാണ് ആദ്യം ഭക്തന്മാർ, ആഴ്വാറുകൾ, നായന്മാർ, അവരൊക്കെയാണ് ഭഗവാനെ കുറിച്ച് പാടി ഭക്തിയെ തുടങ്ങി വെച്ചത്. അത് എന്തിനാ അതിൻ്റെ തെളിവ് ചോദിച്ചാൽ, ഇത് കേരളം പോലെ മലകളില്ലാത്ത സ്ഥലത്താണ് തമിഴ്നാട്ടിൽ വലിയ വലിയ അമ്പലങ്ങൾക്ക്, വലിയ വലിയ കരുങ്കൽ അമ്പലം ഒക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് അന്തം വിടും. അത്ര ഉയരത്തിലാണ്, JCB ഒക്കെ ഇല്ലാത്ത കാലത്താണ്. അത്ര ഉയരത്തിൽ കല്ല് കയറ്റിയാൽ പിന്നെ ശരിയായിട്ട് വീണ്ടും ഇറക്കാൻ പറ്റില്ല. ചിദംബരം, അതേപോലെ തഞ്ചാവൂർ, മധുര, രാമേശ്വരം, ഇവിടെയൊക്കെ തിരുനെൽവേലി, അത് ആ അമ്പലമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്ര അത്ഭുതമാണ്. അപ്പോൾ കല്ലില്ലാത്ത സ്ഥലത്തിൽ നിന്നും കല്ല് കൊണ്ടുവന്ന് ഇത്ര വലിയ അമ്പലം കട്ടണമെങ്കിൽ അത്ര ഭക്തി വേണ്ടേ? തമിഴ്നാട് ഈ ഒരു മഹിമ മാത്രമേ ഉണ്ടായിരുന്നു. ഉത്പന്ന ദ്രവിഡേസാഹം. പിന്നെ ഭക്തിദേവി കർണാടകത്തിൽ ചെന്ന് വളർന്നു. വൃദ്ധിം കർണാടകേ ഗത. കർണാടകത്തിൽ വളർന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു കരുങ്കൽ ഭഗവാന്റെ അമ്പലത്തിൽ തന്നെ കൂടുതൽ വേല ഒക്കെ ചെയ്ത് നല്ല ഗംഭീരമായ അമ്പലമൊക്കെ അവിടെ കാണാം. കർണാടക ക്ഷേത്രത്തിൽ ഓരോരുടെ തൂണിൻ്റെ ഉള്ളിലും ഒരു അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പുരന്ദരദാസൻ, കനകദാസൻ മുതലായ ഭക്തന്മാർ ആ ഭക്തിയെ വളർത്തു. വൃദ്ധിം കർണാടകേ ഗത. പിന്നെ അവിടെ നിന്നും ക്വചിൻ മഹാരാഷ്ട്രയെ, ഇവിടെ കൊങ്കൺ വഴിയാണ് ശരിക്കും ഭക്തി പോയത്. പിന്നെ മഹാരാഷ്ട്രത്തിൽ ചെന്നു. കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രത്തിൽ നിന്നപ്പോൾ അവിടെ നാമദേവൻ, തുക്കാറാം മുതലായ ഭക്തന്മാർ ഭഗവാന്റെ അഭംഗം പേരുള്ള പാട്ട് കൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കുന്ന പണ്ഡരിനാഥൻ പറയുന്നത് പണ്ഡർപൂറിൻ്റെ സ്ഥലമുണ്ട്, സോലാപൂർ, പുണെ, അതിൻ്റെ ഇടയിലാണ്. അവിടെ
വിഠ്ഠല കൃഷ്ണനായിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നു. ദ്വാരകയിൽ നിന്നും ഭഗവാൻ അവിടെ ഒരു അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച ഭക്തനെ കാണാൻ ചെന്നപ്പോൾ ആ ഭക്തൻ ഇത് ഒരു ഇഷ്ടിക എടുത്ത് അവിടെ നിൽക്കൂ പറഞ്ഞു. ബീറ്റ് പറഞ്ഞാൽ ഹിന്ദിയിൽ മറാഠിയിൽ ഇഷ്ടികയാണ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് വിഠ്ഠലൻ അങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം മഹാത്മാക്കൾ പറയുന്നു, വിദാജ്ഞാനേന ഠാൻ ശൂന്യാൻ ലാതി ഗൃഹാതി യസ്വയം. സംസ്കൃതത്തിൽ ഓരോരോ അക്ഷരത്തിൻ്റെ പ്രത്യേക അർത്ഥമുണ്ട്. വി പറഞ്ഞാൽ ജ്ഞാനം, വിദാജ്ഞാനേന ഠ പറഞ്ഞാൽ ശൂന്യം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഠ നമ്മൾ എഴുതുമ്പോൾ ഒരു ശൂന്യം എന്ന് വായിക്കും മലയാളത്തിൽ. അപ്പം ജ്ഞാനശൂന്യന്മാരെയും ലാതി ഗൃഹാതി അവരെയും സ്വീകരിക്കും. അതുകൊണ്ടാണ് വിഠ്ഠലൻ അജ്ഞ അനുഗ്രഹകൃ ദേവ. അവിടെ നിറച്ചും ഭക്തന്മാർ ഭഗവാനെ പൂജിച്ചിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രത്തിൽ പോയ ഞാൻ ഗൂർജരേ ജീർണതാം ഗത. ഗുജറാത്തിൽ ചെന്നപ്പോൾ ഞാൻ ക്ഷീണമായി, പ്രായമായി. എനിക്ക് 80 വയസ്സായി പോയി. കാരണം ഗുജറാത്തിൽ പണ്ട് ഭക്തന്മാർ ഉണ്ടായിട്ടില്ലേ, ഇപ്പോൾ നിറച്ചും ഭക്തന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലം എന്താണ്, എവിടെയാണ് ചോദിച്ചാൽ ഗുജറാത്തിലും പിന്നെ കേരളത്തിലുമാണ്. കേരളത്തിലാണ് കൂടുതൽ. അതിന് കാരണം ഗുരുവായൂരപ്പനാണെന്ന് തോന്നുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ പണ്ട് തന്നെ നാരായണ ഭട്ടത്തിരി ഭാഗവതത്തിൻ്റെ ഒരു പ്രകരണം, ഭാഗവതത്തെ ചുരുക്കി നാരായണീയമായിട്ട് എഴുതി പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ ഇവിടെ സപ്താഹത്തിൻ്റെ പ്രാധാന്യം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കേരളത്തിലും ഗുജറാത്തിലുമാണ് കൂടുതൽ സപ്താഹം. അതിന് കാരണം അവിടെ വല്ലഭാചാര്യ എന്ന പേരുള്ള മഹാത്മാവാണ്, ഭാഗവത്തിനെ വലിയ വ്യാഖ്യാനം ചെയ്ത മഹാത്മാവാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു നിയമം ഉണ്ടാക്കി. ഒരു ജീവൻ ഈ ഭൂലോകത്തിലേക്ക് വരുന്ന സമയത്തും ഭൂലോകം വിട്ട് പോകുന്ന സമയത്തിലും സപ്താഹം നടത്തണം. ഒരു ഗർഭവതിയായ സ്ത്രീ പ്രസവിക്കുന്ന മുമ്പ് ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഭാഗവതം കേൾപ്പിക്കണം. അതിനുവേണ്ടി സപ്താഹം നടത്തണം ഒരു ജീവൻ വരുന്ന സമയത്ത്. പിന്നെ ഒരാൾ മരിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു കൊള്ളാവും. അങ്ങനെയാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത്. ആ മരിച്ച ആൾ അടുത്ത ആട്ടശ്രാദ്ധം വരാനുണ്ടല്ലോ, അടുത്ത വർഷാധികം വരുന്ന പര്യന്തം അതിൻ്റെ ഇടയിൽ ഒരു സപ്താഹം നടത്തിയാൽ ആ ജീവൻ എത്ര പാപകർമ്മ ചെയ്ത ജീവിയായാലും ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേരും. അപ്പോൾ ഒരു ജീവൻ വരുന്ന സമയത്തും പോയ സമയത്തും സപ്താഹം നടത്തണം അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴും വിസ്താരമായിട്ട് നമ്മളെപ്പോലല്ലേ കൂടുതൽ ഗംഭീരമായിട്ട് സദ്യയൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് നടത്താറുണ്ട് ഉത്തര ഗുജറാത്തിലൊക്കെ. പക്ഷേ പണ്ട് അവിടെ ഭക്തന്മാർ ഇല്ലേ, അതുകൊണ്ട് ഗുജറാത്തിൽ ചെന്നപ്പോൾ ഞാൻ ക്ഷീണമായി. പിന്നെ വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേ സ്വരൂപിണീ ജാതാഹം യുവതി സമ്യക് പ്രേഷ്ഠരൂപാതു സമ്പ്രദം. വൃന്ദാവനം ചെന്നപ്പോൾ ഞാൻ വീണ്ടും യുവതിയായി മാറി. 81 വയസ്സ് മുത്തശ്ശിയായ ഞാൻ വീണ്ടും 18 വയസ്സുകാരിയായി മാറി. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്, ഇപ്പോൾ എല്ലാവർക്കും യുവാവാവും യുവതിയാവാണ് ഇഷ്ടം. അവർക്ക് മനസ്സിലായിട്ടുണ്ട് തനിക്ക് പ്രായമായി. നോക്കുന്നവർക്ക് യുവതിയായി തോന്നണ്ടേ, അതുകൊണ്ടാണ് ഡൈ ഒക്കെ അടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഗോദ്രേജ് കമ്പനി വന്ന ശേഷം പിന്നെ ഒരാൾക്കും തല നരയ്ക്കുന്നേ ഇല്ല, താടിയും നിറയ്ക്കില്ല. എന്താ കാരണം? അതിങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. കുറച്ച് കാലം അങ്ങനെ ഒക്കെ നമുക്ക് നടക്കാം. അതിന് വേണ്ടി 100 വയസ്സ് പ്രായത്തിൽ ഡൈ അടിച്ചതിനകത്ത് നന്നാവില്ല. കുറച്ച് കാലം അങ്ങനെ ആവാം. ഇപ്പോൾ വൃന്ദാവനം നിന്നപ്പോൾ ഞാൻ യുവതിയായി മാറി. എന്താ അർത്ഥം? വൃന്ദാവനത്തിൽ കൂടുതൽ ഭക്തി ഉള്ളത് കൊണ്ടാണ് അവൾ യുവതിയായി മാറി. പക്ഷേ വൃന്ദാവനത്തിൽ ജ്ഞാനവൈരാഗ്യത്തിന് പ്രാധാന്യമില്ല. അത്രയവും ഗ്രാഹകാഭാവാത്ത് ജ്ഞാനവൈരാഗ്യത്തിന് ഒരു പ്രാധാന്യമില്ല. കാരണം വൃന്ദാവനത്തിലിരിക്കുന്ന ഭക്തന്മാർക്ക് അങ്ങനെയാണ്. കർമ്മത്തിന് പ്രാധാന്യം കൂടുതലല്ലേ വേണ്ടത്. അവിടെ ഒരു ഭക്തൻ എന്ത് ചെയ്തു, അവിടെ രാസലീല നടത്താറുണ്ട് കുട്ടികളെ വെച്ച്. അങ്ങനെ രാസലീല അഭിനയം ചെയ്യുമ്പോൾ ആ കുട്ടികളൊക്കെ ഭഗവാന്റെ രൂപമായിട്ട് തന്നെ മാറും. അങ്ങനെ രാസലീല ചെയ്യുന്ന സമയത്ത് കാൽ കട്ടിന ആ ചലങ്ക വീണു, അത് മുറിഞ്ഞ് അത് വീണുപോയി. വീണുപോയപ്പോൾ കട്ടാൻ കയറ് വേണ്ടേ,
അപ്പോൾ ഒരു ബ്രാഹ്മണൻ ചെയ്തു തൻ്റെ പൂണൽ ഊരി അകത്ത് കെട്ടി. പൂണൽ ഊരിയല്ലോ, കുഴപ്പമില്ല, ഇപ്പോൾ ആ പൂണൽ സഫലമായി. അങ്ങനെ ജ്ഞാനവൈരാഗ്യത്തിന് അത്ര പ്രാധാന്യം ഇല്ലാതെ കൊണ്ടാണ് അത് വൃദ്ധന്മാരായി കിടക്കുന്നു. അവരാണ് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞ് നാരദൻ കുറച്ച് വേദാന്തമൊക്കെ വായിച്ചു. വേദാന്ത ഘോഷയിച്ച് ഗീതാപാഠേൻ മുഹുർമുഹു. വേദാന്തം ഗീത വായിച്ചിട്ടും അത് ജ്ഞാനവൈരാഗ്യം എഴുന്നേറ്റിട്ടില്ല. അപ്പോഴാണ് ഒരു ആശരീര വാക്ക് പറഞ്ഞു. പണ്ടൊക്കെ ആശരീര വാക്കെന്ന് പറയും, വിളിച്ച് പറയും, ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഇങ്ങനെ ചെയ്യരുത്, പിന്നെ ആരെങ്കിലും നല്ലത് ചെയ്താൽ നന്നായി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ആശരീര വാക്ക് തെറ്റത്തിൻ്റെ ആയരോട് ഒന്നും പറയാനില്ലല്ലോ. കാരണം പണ്ട് 1-2 ആൾ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നത് ആശരീര വാക്ക് ഇനി പറയേണ്ട തീരുമാനിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആശരീര വാക്ക് നാരദനോട് പറഞ്ഞു, നീ ഒരു സത്കർമ്മം നടത്തണം, അത് നടത്തിയാൽ ഈ ജ്ഞാനവൈരാഗ്യം എഴുന്നേൽക്കും. ആ സത്കർമ്മം നിനക്ക് സാധുക്കൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞപ്പോൾ നാരദൻ ഓരോരോ സാധുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നു. അപ്പോൾ ആദ്യം നാരദൻ ഭക്തിദേവിയെ സമാധാനം ചെയ്തു. വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംബോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഏത് ദുഃഖം വന്നാലും ഗുരുവായൂരപ്പാണ് വിളിച്ചോളൂ, ഗുരുവായൂരപ്പൻ്റെ ചരണം സ്മരിച്ചോളൂ, ദുഃഖമൊക്കെ പോകും. അതിൻ്റെ തെളിവ് എന്താ? ദ്രൗപദീ ച പരിത്രാത. ദ്രൗപദിക്ക് 5 ഭർത്താക്കൾ അടുത്തുണ്ടായിട്ടും അവർ രക്ഷിക്കാൻ വന്നില്ലേ. ഇപ്പോൾ സത്യത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ വിളിച്ചു, കൃഷ്ണ ആ കൃഷ്ണ ദ്വാരകാവാസിന്. കൃഷ്ണ വിളിച്ചപ്പോൾ ഭഗവാൻ അവിടെ ഓടിയെത്താൻ ശ്രമിച്ചപ്പോഴാണ് ദ്രൗപദി പറഞ്ഞു, ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ദുഷ്ടന്മാരാണ്, അവിടെ നിന്ന് എന്നെ രക്ഷിച്ചാൽ മതി, ദ്വാരകാവാസിന് ദ്വാരകയിൽ നിന്ന് രക്ഷിച്ചാൽ മതി പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് തന്നെ ഭഗവാൻ അക്ഷയമായി വസ്ത്രം വരട്ടെ. ചില ആൾ ചോദിക്കും, 5 പുരുഷന്മാർ അടുത്തിരിക്കുമ്പോൾ പുരുഷന്മാരെ വിളിക്കാതെ പരപുരുഷനെ വിളിച്ചല്ലോ. പരപുരുഷനെ വിളിച്ചിട്ടില്ലേ, പരമപുരുഷനെയാണ് വിളിച്ചു. കാരണം സാധാരണ അടുത്ത വീട്ടിൽ ആളെ വിളിച്ചാൽ അവർ പിന്നെ ബീരോയിൽ നിന്നും സാരി എടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുത്തിട്ടില്ലേ ഭഗവാൻ. ദ്വാരകയിൽ ഇരുന്നുകൊണ്ട് തന്നെ അക്ഷയമായ വസ്ത്രം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. ദ്രൗപദീ ച പരിത്രാത യേന കൗരവ കസ്മലാത് പാലിത ഗോപസുന്ദര്യഃ. അതേപോലെ ഗോപികമാർക്ക് ശംഖചൂടനിൽ നിന്നും ആപത്ത് വന്നപ്പോൾ ഭഗവാൻ രക്ഷിച്ചു. അതുകൊണ്ട് സ്ത്രീകളോടാണ് ഭഗവാനക്ക് കൂടുതൽ ഇഷ്ടം. അത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഭഗവാനക്ക്. കാരണം സ്ത്രീകൾക്ക് പല വിഷമങ്ങൾ ഉണ്ടാവും, അതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റില്ലേ. ഗുരുവായൂരോട് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അതൊക്കെ ശരിയാക്കി തരും. സ്ത്രീകളുടെ സങ്കടം എന്താണ് മനസ്സിലാക്കിയ ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് നീ ഭക്തിയായതുകൊണ്ട് നീ ഉള്ള സ്ഥലത്ത് ഭഗവാൻ ഓടിയെത്തും. ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീച ഗൃഹേഷ്വപി. ഒരു നീചനായാലും അവൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ എത്തിച്ചേരും. വിതുരൻ്റെ വീട്ടിലെത്തില്ലേ. അതേപോലെ കനകദാസൻ പേരുള്ള മഹാത്മാ, അദ്ദേഹം ഉടുപ്പി കൃഷ്ണൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര
ഭഗവാന്റെ നാമം ജപിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഭഗവാനക്ക് പള്ളി ഉണർത്താൻ വേണ്ടി അവിടുത്തെ പൂജ ചെയ്യുന്ന ആ മഹാത്മാക്കളൊക്കെ അവിടെ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ആ കനകദാസൻ അദ്ദേഹം ഇങ്ങനെ ആടിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. വൃത്തം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അവൻ നമ്മുടെ ശരീരത്തിൽ ശുദ്ധപ്രഭാവം വീണ്ടും കുളിക്കേണ്ടി വിചാരിച്ച് കണക്കനോട് കണക ഇവിടെ നിന്ന് പാടേണ്ട, അവിടെ അപ്പുറം ചെല്ലൂ എന്ന് പറഞ്ഞു. അപ്പുറം ചെല്ലു പറഞ്ഞപ്പോൾ കനകദാസൻ അമ്പലത്തിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്തിൽ ചെന്ന് അവിടെ ചെന്ന് ഭഗവാനെ നാമം ജപിച്ചു. പക്ഷേ അങ്ങനെ പരിമാറിയത് ഭഗവാനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അയാളും ഭക്തനല്ലേ. അപ്പോൾ ഇവരൊക്കെ ഭഗവാനക്ക് സുപ്രഭാതം ചെയ്തു. കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാന്വികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു എന്ന് പറഞ്ഞ് അവർ മണിയടിച്ച് കതവ് തുറന്നപ്പോൾ ഭഗവാൻ അങ്ങനെ പൃഷ്ഠം കാണിച്ചു നിൽക്കുന്നു. എന്താ കാരണം കനകദാസൻ അപ്പുറം ചെന്നപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിൽ ഉടുപ്പി കൃഷ്ണൻ്റെ കയ്യിൽ മത്ത് ഉണ്ടാവും, തയ്യൽ കിടക്കുന്ന ആ മത്ത്. അതുകൊണ്ട് ഒരു ഭിത്തിയിൽ ഒരു ഇടി കൊടുത്തു. കനകനെ വിളിച്ചു. കനകദാസനക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഭക്തന്മാർക്ക് മിക്കവാറും ക്ഷേത്രകുളം മുമ്പിലാണ്, കിഴക്ക് വശത്താണ്. കുളിച്ചിട്ട് നേരിട്ട് കയറാൻ പറ്റില്ല. ഇപ്പോൾ ഉടുപ്പിയിൽ ചെന്നാൽ പിന്നിലാണ് ഭഗവാന്റെ. കാരണം ഭക്തൻ അപ്പുറം ചെന്നപ്പോൾ ഭഗവാൻ അങ്ങനെ തിരിഞ്ഞു നിന്നു. പിന്നെ പറഞ്ഞു ഭഗവാൻ ഇനി ഈ വഴി കൂടി എന്നെ ഒരാൾ നോക്കണം, എല്ലാവരും കനകദാസൻ നോക്കിയ ആ വഴി കൂടി നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉടുപ്പി കൃഷ്ണനെ കാണണമെങ്കിൽ 9 ദ്വാരം ഉണ്ടാവും. ആ എന്താ അർത്ഥം? ആ കനകദാസൻ നോക്കിയ ആ ഭിത്തിദ്വാരം കൊണ്ട് നോക്കുന്ന അർത്ഥമില്ലേ? കനകദാസൻ നോക്കിയ ഭിത്തിദ്വാരമല്ല, കനകദാസൻ നോക്കിയ ഭക്തിദ്വാരമാണ്. 9 ദ്വാരം പറയുന്നത് 9 ഭക്തിയാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. സാധാരണ ആൾക്കാർ പറയും ആ 9 ദ്വാരം കൂടി നോക്കിയാൽ നമ്മുടെ 9 നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അത് സത്യം തന്നെയാണ്. പിന്നെ കൃഷ്ണൻ വന്ന ശേഷം പിന്നെ ഒരു ഗ്രഹം വരില്ലേ? സർവഗ്രഹ രൂപിണീ നമഃ. എല്ലാ ഗ്രഹത്തിൻ്റെ സ്വരൂപം ആയാലല്ലേ ഭഗവാനല്ലേ. അങ്ങനെ കനകദാസൻ പോലെ ഭക്തിയുള്ള സ്ഥലത്ത് ഭഗവാൻ ഓടിയെത്തും. ത്വയാഭൂതസ്തു ഭഗവാൻ യാതിനീശ്വപി. മുക്തിയെ ഭഗവാൻ ഭക്തിക്ക് ദാസിയാക്കി. എന്നാണ് മുക്തിം ദാസീം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവോ. നീ പേടിക്കേണ്ട, ഞാൻ എല്ലാവരുടെ വീട്ടിലും നിന്നെ ഞാൻ സ്ഥാപിക്കും പറഞ്ഞ് പുത്രന്മാരോട് ചേർന്ന് സ്ഥാപിക്കും പറഞ്ഞ് പുറപ്പെട്ടു നാരദൻ. അങ്ങനെ പല മഹാത്മാക്കളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഏറ്റവും നല്ല കാര്യം ഏതാണ്? ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും സംശയം. എന്താ കാരണം സംശയം ചോദിക്കുന്ന ആൾ വലിയ ആളാണ്, നാരദനാണ്. നാരദൻ പഠിക്കാത്ത ശാസ്ത്രമില്ലേ? നാരദൻ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്ക് കാണണമെങ്കിൽ ഛാന്തോക്യ ഉപനിഷത്തിൽ കാണേണ്ടതാണ്. എല്ലാ വേദങ്ങളും എല്ലാ പുരാണങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു. അവസാനം നാരദൻ പറയുന്നു, എല്ലാം പഠിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, അനുഭവമല്ലേ വേണ്ടത്. ശർക്കര മധുരമാണെന്ന് 100 തവണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കഴിച്ചാലേ അതിൻ്റെ മധുരം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വെറുതെ വായ കൊണ്ട് തത്തെ പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അനുഭവത്തിൽ ഈ ജ്ഞാനം വേണ്ടേ? അപ്പോഴാണ് സനകൻ അവർക്ക് ഭൂമാവിദ്യ ഉപദേശിക്കുന്നു, ഛാന്തോക്യ ഉപനിഷത്ത്. അതുപോലെ ഞാൻ ഇവിടെ സനകാദികളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് അനുഭവമില്ലല്ലോ, ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ ഭക്തിദേവിയെ സന്തുഷ്ടിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സനകാദികൾ പറഞ്ഞു, പണ്ട് നീ ഇത് പറഞ്ഞ് അതേ ഭാഗവതം പറഞ്ഞാൽ മതി. 4 ശ്ലോകത്തിൽ വ്യാസനക്ക് പറഞ്ഞു കൊടുത്തില്ലേ? ബാക്കി ദ്രവ്യയജ്ഞാസ് തപോയജ്ഞാഃ യോഗയജ്ഞാസ് തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച തേതു കർമ്മവിസൂചകാഃ. ഭാഗവതാലാപഃ സത് ഗീതശ്രുതാദിഭിഃ.
ഭാഗവതം സപ്താഹമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നാരദൻ ചോദിച്ചു, ഞാൻ വേദാന്തം ഗീതമൊക്കെ വായിച്ചതാണ്. വേദാന്തത്തിലും വേദങ്ങളിലും ഗീതയിലും എന്തൊക്കെയുള്ളോ അതല്ലേ ഭാഗവതത്തിലുള്ളത്. നേരിട്ട് വേദാന്തവും ഗീതമൊക്കെ വായിച്ചിട്ടും എഴുന്നേൽക്കാതെ ജ്ഞാനവൈരാഗ്യം എങ്ങനെ എഴുന്നേൽക്കും ചോദിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നു, ഇക്ഷൂണാമി മജ്ജാന്തം ശർക്കര വ്യാപി തിഷ്ഠതി. കരുമ്പിൻ്റെ ഉള്ളിൽ ശർക്കര മുഴുവനും ജ്യൂസായിട്ട് കിടക്കണം. അത് എടുത്ത് ശർക്കരയായിട്ട് കൊടുത്താൽ എല്ലാവർക്കും ആസ്വദിക്കാം. കരുമ്പ് നേരിട്ട് കൊടുത്താൽ എല്ലാവർക്കും കടിക്കാൻ പറ്റില്ല. കരുമ്പ് പോലെയാണ് ഈ വേദാന്തം, ഗീതം, ഇതൊക്കെ. ഭാഗവതം കരുമ്പിൽ നിന്നും എടുത്ത ശർക്കര പോലെയാണ്, കുട്ടികൾക്ക് പോലും ആസ്വദിക്കാം. അതുകൊണ്ട് നമുക്ക് ഭാഗവത സപ്താഹം നടത്താം. പറഞ്ഞപ്പോൾ എവിടെയാണ് നമുക്ക് ബദരികാശ്രമത്തിൽ നടത്തിയാൽ എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടാവും, കൂടുതൽ മല കയറേണ്ടേ. അപ്പോൾ നമുക്ക് താഴോട്ട് ചെല്ലാൻ പറ്റി ഹരിദ്വാര ക്ഷേത്രത്തിൽ വെച്ചാണ് സപ്താഹം അവിടെ തുടങ്ങി. സപ്താഹത്തിന് എത്രയാണ് ചിലവ് വേണ്ടി വരുമെന്ന് ചോദിച്ചു. സപ്താഹത്തിന് ചിലവ് ഒന്നും കൂടുതലില്ലേ, 2 പേര് വേണം മിനിമം 2 പേര്. എന്തിനാ, പറയാൻ ഒരാളും കേൾക്കാൻ ഒരാളും ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അവർ തുടങ്ങി. ഇവിടെ സപ്താഹം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ക്ഷേത്ര ദേവതകളും തീർത്ഥദേവന്മാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഇവിടെയാണ് ഒരു മഹാത്മ്യം പറയാൻ തുടങ്ങുന്നു. ആരാണ്? സനകാദികൾ. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഭക്തിദേവി ബൃന്ദാവനത്തിലും അവിടെ എത്തിച്ചേർന്നു. വരുമ്പോൾ തന്നെ ഭക്തിദേവി നാമം ജപിച്ച് കൊണ്ടുവരണം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. നാഥ നാരായണ വാസുദേവ, നാഥ നാരായണ വാസുദേവ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ, ശ്രീനാഥ നാരായണ വാസുദേവ, ജിഹ്വേ വിവസ്വ അമൃതമിത ദേവ, ജിഹ്വേ വിവസ്വ അമൃതമിത ദേവ, ഗോവിന്ദ ദാമോദര മാധവേതി, 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 ഗോവിന്ദ ദാമോദര മാധവേതി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ, ശ്രീനാഥ നാരായണ വാസുദേവ. ഈ നാമാവളി പാദ്മപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകത്തിലാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. ഭക്തി വരുന്നു പറഞ്ഞാൽ അർത്ഥം നാമം നമ്മുടെ നാവിൽ ഉണ്ടാവണം. അങ്ങനെ നാമം ജപിച്ച് ഭക്തിദേവി വന്നപ്പോൾ അവിടെ സപ്താഹത്തിൽ ഇരിക്കാൻ സ്ഥലമില്ല. അവിടെ ഇല്ലേ, ഇവിടെ വെച്ച സ്ഥലമുണ്ട്, ഭക്തന്മാർക്ക് വരാൻ സ്ഥലമുണ്ട്. ഇവിടെ അവിടെ സ്ഥലം ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയാണ് ഇരിക്കണം ചോദിച്ചു സനത്കുമാരനോട്. അപ്പോൾ സനത്കുമാരൻ പറഞ്ഞു, ബ്രാഹ്മ ഇതം താം ഗിരമോചിതേതേ. അപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ എവിടെയായിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പുത്രന്മാരോട് ഇരുന്നോളൂ. അവിടെ കിഴവന്മാരായിരുന്ന ആ പുത്രന്മാർ 2 പേരും യുവാക്കളായി മാറി. ഭക്തി സുതൗതൗ തരുണൗ ഗൃഹീത്വാ പ്രേമേകരൂപാ സഹസാ വിരാസീത്. കാരണം സപ്താഹം നടത്തുന്നത് ഹരിദ്വാരത്തിലാണ്, ഭക്തിദേവി ഇരിക്കുന്നത് ബൃന്ദാവനത്തിലാണ്. ഒരു രാത്രി മുഴുവൻ കാറിൽ യാത്ര ചെയ്താൽ ചെല്ലാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സത്കർമ്മം ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ തന്നെ അതിൻ്റെ ഫലം ആദ്യം തന്നെ കിട്ടും. എൻ്റെ അനുഭവം കൂടി ഒന്ന് പറയാം. കഴിഞ്ഞ സപ്താഹത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ സപ്താഹം ചെയ്ത് പിന്നെയാണ് ദക്ഷിണ കൊടുക്കാറുള്ളത്. കഴിഞ്ഞ സപ്താഹത്തിന് ആദ്യം ദക്ഷിണ കിട്ടും. സപ്താഹത്തിന്
ഒരു 10-20 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ദക്ഷിണ ആദ്യം കിട്ടി. സാധാരണ കഴിഞ്ഞിട്ടാണ് ദക്ഷിണ ഉള്ളത്. സാധാരണ നമ്മുടെ ചെറിയ ഒരു ആവശ്യം വന്നപ്പോൾ എന്തായി, അതിൻ്റെ ദക്ഷിണ ആദ്യം തന്നെ കിട്ടി. അപ്പോൾ പറയേണ്ട കാര്യം, സാധാരണ കർമ്മങ്ങളെ പോലെയല്ലേ സപ്താഹം. നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ തന്നെ അതിൻ്റെ ഫലം ആദ്യം തന്നെ നമുക്ക് ഉണ്ടാവും. അതുപോലെ ആർക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ ഈ ഭാഗവത സപ്താഹം കൊണ്ട് നമുക്ക് സാധിക്കും. ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെ ഹൃദയത്തിൽ ഭക്തിദേവി വന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം, ഭാഗവതം കേൾക്കുന്നവർക്ക് ജ്ഞാനവൈരാഗ്യത്തോടുള്ള ഭക്തി ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ താത്പര്യം. ഇവിടെ ഒരു മഹാത്മ്യം എടുത്തു പറയുന്നു സനകാദികൾ. തുംഗഭദ്രാ നദീതീരെ അഭൂത്പത്തനമുത്തമം. തുംഗഭദ്ര തീരത്തിൽ, തുംഗഭദ്ര പറയുന്ന ഒരു നദി, 2 നദിയാണ്. തുംഗ എന്ന പേരുള്ള നദി, ഭദ്ര എന്ന നദി, രണ്ടും ചേർന്ന് പിന്നെ തുംഗഭദ്രയായിട്ട് മാറണം. മിക്കവാറും അങ്ങനെയാണ്. ആ തുംഗഭദ്ര നദീ തീരത്തിൽ ആത്മദേവൻ പേരുള്ള ഒരു ബ്രാഹ്മണൻ, നല്ല ബ്രാഹ്മണനാണ്. ദുന്ധുലി അവൻ്റെ ഭാര്യയുടെ പേര്. വിവാഹം കഴിച്ചിട്ട് കുറേ കാലമായി സന്താനം ഉണ്ടായിട്ടില്ല. വിവാഹം കഴിച്ച് കുറച്ച് കാലമായാൽ നാട്ടുകാർ ചോദിക്കാൻ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ചോദിക്കാൻ ഇദ്ദേഹം സന്താനഭാഗ്യമില്ല പറഞ്ഞപ്പോൾ ചില ജ്യോത്സ്യന്മാരോട് ചോദിച്ചു. ജ്യോത്സ്യക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഏതോ ശാപമുണ്ട്, അതിനു വേണ്ടി പശുവൊക്കെ വളർത്തിയാൽ നന്നായി, ഗോശാപം, അങ്ങനെ പശുവിനെ വളർത്തിയാൽ സന്താനഭാഗ്യം ഉണ്ടാവും, പിന്നെ തെങ്ങ് മരം നട്ട് പിടിപ്പിച്ചാൽ ഇതൊക്കെ ഉണ്ടാവും. അദ്ദേഹം തെങ്ങ് മരം വച്ച് പിടിപ്പിച്ചു. പക്ഷേ എന്തായി, ഇദ്ദേഹം വച്ചത് കൊണ്ടായി തെങ്ങ് മരത്തിൽ തേങ്ങ ഉണ്ടാവുന്നു. പിന്നെ ഇദ്ദേഹം വളർത്തുന്ന പശുവിനെ പോലും സന്താനഭാഗ്യമില്ല. യാമയാ പാല്യത്തെ ധേനുഹു യോമയാ രോപിതോ വൃക്ഷ പറയുന്നു. പാല്യതേയ മയാധേനുഹു സാവന്ധ്യ സർവഥാ ഭവേത് യോമയാ രോപിതോ വൃക്ഷ സോപി വന്ധ്യത്വമാശ്രയേത്. യത് ഫലം, ഒരു പഴം വീട്ടിൽ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് ചീത്തയാവും. ഇതൊക്കെ ദുർലക്ഷണങ്ങളാണ്. പക്ഷേ ഇപ്പോഴൊക്കെ പഴങ്ങൾ ചീത്തയാവണില്ല പെട്ടെന്ന്. എന്താ കാരണം, അവിടെ തന്നെ വേഷം അടിച്ച് നമുക്ക് തരുന്നു. ഞാൻ പറയുന്നത് പണ്ട് നല്ല പഴങ്ങളൊക്കെ 1-2 ദിവസം ഉണ്ടാവും, വെച്ച ഉടനെ തന്നെ ചീത്തയാവും. അപ്പോൾ എൻ്റെ ദുർഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. എന്നാൽ അദ്ദേഹം നേരെ ഒരു കാട്ടിൽ ചെന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാത്മാവ് വന്നു. മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ തലയെഴുത്ത് നോക്കി, നിൻ്റെ തലയെഴുത്തിൽ ഈ ജന്മം മാത്രമല്ലേ, സപ്തജന്മാവധിതവ പുത്രോണി വചനീവച്ച്, 7 ജന്മങ്ങൾക്ക് സന്താനഭാഗ്യമില്ലേ എന്നാണ് എൻ്റെ തലയെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നു ബ്രഹ്മാവ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട. പുത്രൻ ഉണ്ടാവണം എന്തിനാ? അവൻ നമുക്ക് സത്കർമ്മങ്ങൾ, പ്രേതകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഭഗവാന്റെ പാദത്തിൽ എത്തിക്കണം. ഇപ്പോഴൊക്കെ പുത്രന്മാർക്ക് ഭാര്യയിലാണ് ഇരിക്കുന്നു, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഇപ്പോൾ സപ്താഹം കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നീ സന്യാസം സ്വീകരിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് സന്യാസം വേണ്ടാം, പുത്രൻ ദേഹി ബലാദവി, നിങ്ങളുടെ തപശക്തി കൊണ്ട് എനിക്ക് സന്താനഭാഗ്യം തരണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു പഴം എടുത്ത് ജപിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഇദ്ദേഹത്തിനെ തലയെഴുത്ത് വായിച്ചു, 7 ജന്മത്തെ പുത്രഭാഗ്യം ചെയ്യും, ഇദ്ദേഹത്തിനെ പഴം കൊടുക്കുന്നു, അത് സത്യമാണോ ഇത് സത്യമാണോ ചോദിച്ചാൽ, ഈ പഴം കഴിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാവും പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിക്കാൻ പോകുന്നില്ല, പശുവിനെ കൊടുക്കാൻ പോകുന്നു, പശുവിന് സന്താനഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു, രണ്ടും സത്യമാവാൻ പോകുന്നു. അദ്ദേഹം ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഭാര്യ എന്ത് ചെയ്തു? അത് പശുവിനെ കൊടുത്തു. ഇദ്ദേഹം തീർത്ഥയാത്ര ചെന്ന് വന്നപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? തൻ്റെ സഹോദരിയുടെ മകനെ തൻ്റെ പുത്രനായി പറഞ്ഞു. അദ്ദേഹം വിശ്വസിച്ചു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴുത്തിരിക്കുന്ന പശുവിന് ഒരു കുട്ടി, അതെന്താ മനുഷ്യ കുട്ടിയാണ്, പൈക്കുട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും കൗതുകം തോന്നി. അന്ന് നോക്കി, ചെവി മാത്രം പശുവിൻ്റെ ആയതുകൊണ്ട് ഗോകർണൻ പേരിട്ടു. മഹാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടായ ഈ ഉണ്ണി നന്നായിട്ട് വളർന്നു. സഹോദരി പുത്രൻ ദുന്ധുകാരി മഹാഖളഹ, മഹാദുഷ്ടനായിരുന്നു. അച്ഛനമ്മമാർ തള്ളി അവരെ ചേർത്ത് വെച്ച പണം മുഴുവനും വെറുതെ ചിലവാക്കുന്നു. അവർക്ക് വളരെ സങ്കടപ്പെട്ട് അച്ഛൻ എന്ത് ചെയ്തു? നേരെ തൻ്റെ 2ാമത്തെ മകൻ ഗോകർണനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്?
അദ്ദേഹം ഭാഗവതം കൊടുത്തു. ഇത് വായിച്ചോളൂ പറഞ്ഞു. ഇത് വലിയ ഗ്രന്ഥമല്ലേ, 12,000 ഗ്രന്ഥം എന്നെക്കൊണ്ട് വായിക്കാൻ പറ്റില്ലേ പറഞ്ഞു. അപ്പോൾ മുഴുവൻ വായിക്കേണ്ട, ദശമസ്കന്ധം മാത്രം വായിച്ചാൽ മതി. ഗത ഷഷ്ടി വർഷ, ഷഷ്ടി പൂർത്തി കഴിഞ്ഞവർക്ക് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ കൺസെഷൻ ആദ്യം തുടങ്ങിയത് ഭാഗവതത്തിലാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കും അതേപോലെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ചില ഗുരുവായൂരിലൊക്കെ പോയാൽ 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ക്യൂ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയും തിരക്കാണ്. ഇത് സാധാരണ തിരക്കാൻ അതിൽ കൂടുതൽ, കാരണം കൂടുതൽ പ്രായമായാലേ അവിടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ക്യൂയേക്കാൾ അത് വലുതായി പോകുന്നു. എന്തായാലും ഈ സീനിയർ സിറ്റിസൺ കൺസെഷൻ ആദ്യം തുടങ്ങിയത് ഭാഗവതത്തിലാണ്. 60 വയസ്സ് കഴിഞ്ഞ് ഭാഗവതം പഠിക്കാൻ തുടങ്ങുന്നവർ ആദ്യം ജന്മാദേശ തുടങ്ങേണ്ട ആവശ്യമില്ല. ദശമസ്കന്ധം തുടങ്ങിക്കോളൂ. കഥിതോ വംശവിസ്താര, അത് ദശമസ്കന്ധം വായിച്ച് സമർപ്പിച്ച ശേഷം പിന്നെ ആദ്യം മുതൽ തുടങ്ങാം. കാരണം ഭാഗവതത്തിൻ്റെ സാരമാണ് ദശമസ്കന്ധം. അതുകൊണ്ട് ദശമസ്കന്ധം വായിച്ചോളൂ പറഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണമാപണീയതം ദശമസ്യ പാഠാത്, ദശമസ്കന്ധം വായിച്ച് ഭഗവാന്റെ പാദത്തിലെത്തി. പിന്നെ അമ്മയെ തള്ളിയപ്പോൾ അമ്മയും കിണറ്റിൽ വീണ് മരിച്ചു. പിന്നെ വീട്ടിൽ 5 വേശികളോടാണ് ജീവിതം നടത്തുന്ന സമയത്താണ് ഗോകർണൻ പുറപ്പെട്ടു ചെന്നു തീർത്ഥയാത്രയായി. വേശികളൊക്കെ എന്ത് ചെയ്തു? ഈ ദുന്ധുകാരിയെ വധം ചെയ്ത് അവൻ ചേർത്ത് വെച്ച പണം എടുത്ത് അവർ പോയി. ഈ ഗോകർണൻ തീർത്ഥയാത്ര ചെന്നപ്പോൾ ഗയാക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നാട്ടിൽ നിന്നും ഒരു ആൾ വന്നിരുന്നു. അപ്പോൾ ചോദിച്ചു, എൻ്റെ സഹോദരൻ എങ്ങനെയാണ്? നിൻ്റെ സഹോദരന് നല്ല ഗതി കിട്ടിയിട്ടില്ലേ? വേശികളൊക്കെ അവനെ വധിച്ചു പോയി. അപ്പോൾ തൻ്റെ സഹോദരനക്ക് മുക്തി കിട്ടാൻ വേണ്ടി ഗയാക്ഷേത്രത്തിൽ പിണ്ടപ്രദാനമൊക്കെ ചെയ്തു. അത് ചെയ്ത് പിന്നെ ഗ്രാമത്തിൽ വന്ന് തിണ്ണയിൽ, വീടിൻ്റെ തിണ്ണയിൽ ഇരിക്കുമ്പോഴാണ് ചില രൂപങ്ങൾ കണ്ടു. ആദ്യം ഒരു ആട് പറഞ്ഞിട്ടുള്ള തോന്നുന്നു. ആട് പറഞ്ഞിട്ടുള്ളൂ. രാത്രി നോക്കുമ്പോൾ ആട് ഇല്ല, പിന്നെ ആണയാണ് നിൽക്കുന്നത്. സകൃന്മേഷ സകൃദ്ധസ്തി സകൃച്ച മഹിഷോ ഭവത്ത്, പിന്നെ എരുമ, പിന്നെ പല ജീവികളുടെ രൂപം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഏതോ ദുർഗതി പ്രാപിച്ച ജീവനാണെന്ന് മനസ്സിലാക്കി. നോക്കുമ്പോൾ ഒരു പ്രേത രൂപം കണ്ടപ്പോൾ നമ്മളൊക്കെ പേടിച്ചു കൂടും. അദ്ദേഹം പേടിച്ചിട്ടില്ലേ? മന്ത്രം ജപിച്ച ആളല്ലേ, അത് നാമം ജപിക്കുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം കമണ്ടിൽ തിരിച്ചം കൊണ്ട് ആ പ്രേതത്തെ ശരീരത്തിൽ തെളിച്ചു. നീ ആരാണ് ചോദിച്ചു. അപ്പോൾ ആ പ്രേതം പറഞ്ഞു, അഹം ഭ്രാത ത്വദീയോസ്മി, ഞാൻ നിൻ്റെ സഹോദരൻ ബന്ധുകാരിയാണ്. എനിക്ക് സദ്ഗതി ഗതി കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഗയാശ്രാദ്ധം ചെയ്തല്ലോ. ഇവിടെ പറയുന്നു ഗയാശ്രാദ്ധ ശതേനാപി, ഗയാശ്രാദ്ധം 100 ചെയ്താൽ പോലും എനിക്ക് ഗതി കിട്ടില്ലേ. എന്താ കാരണം? അച്ഛനമ്മമാരെപ്പോഴും തള്ളിക്കൊള്ളുന്ന ആളാണ്. എനിക്ക് വേറെ എന്തെങ്കിലും നല്ല ഗതി കിട്ടാൻ ഒരു വഴി ചെയ്തു തരണേ. ഉടനെ ഗോകർണൻ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് പറയാമെന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചു. സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോഴാണ് സൂര്യഭഗവാൻ പറഞ്ഞു കൊടുത്തു, ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം കുരു ഇതി സൂര്യവച സർവൈഹി ധർമ്മരൂപന്തു വിശ്രുതം. 7 ദിവസം കൊണ്ട് ഈ ഭാഗവതം വായിച്ച് ജയിപ്പിച്ചാൽ മതി, ഈ ജീവനക്ക് സദ്ഗതി കിട്ടും. അതേപോലെ അദ്ദേഹം ഒരു പന്തലിട്ട് സപ്താഹം തുടങ്ങി. ആ പന്തലിൻ്റെ ഒരു മുളക്കുച്ചിൽ ആവേശിച്ചിട്ടാണ് ഈ പ്രേതം കേൾക്കുന്നു. ഓരോ ദിവസത്തിൻ്റെ പാരായണം പ്രഭാഷണം ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കും. ശബ്ദം കേൾക്കുമ്പോൾ ആ മുളക്കുച്ചിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് റൗണ്ടായിട്ടിരിക്കുന്നുണ്ട് മുളക്കുച്ചി. അത് 7 കണുണ്ടായിരുന്നു. അത് ഓരോരോ ഭാഗം പൊട്ടി 7ാമത്തെ ദിവസം ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ഗോകർണൻ, ഈ ദുന്ധുകാരി ചോദിച്ചു, നീ ആരാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പ്രേതഗതിയിൽ പോയ ഞാൻ ഈ ഭാഗവതം കൊണ്ട് സദ്ഗതി പ്രാപിക്കാൻ പോകുന്നു. വിഷ്ണുദൂതന്മാർ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞപ്പോൾ ഗോകർണൻ വിഷ്ണുദൂതന്മാരോട് ചോദിച്ചു, ഞാൻ പ്രഭാഷണം ചെയ്ത ആളാണ്, നിറച്ച ആളുകൾ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും വിമാനം വേണ്ടേ? ഭാഗവതം കേട്ടവർക്ക് എല്ലാവർക്കും മുക്തി കിട്ടേണ്ടേ? അപ്പോൾ വിഷ്ണുദാസന്മാർ ഹരിദാസ വിളിച്ചു. അവർ പറഞ്ഞു, എല്ലാവരും ശ്രവണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശ്രവണം മാത്രം ചെയ്താൽ പോരാ, മനനം കൂടി വേണം. ശ്രവണം തു കൃതം സർവൈഹി ന തഥാ മനനം കൃതം. പശുക്കളൊക്കെ എന്തും പുല്ല് കഴിച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന്
അതുപോലെ ഇവിടെ ശ്രവണം ചെയ്ത കഥാഭാഗങ്ങൾ വീട്ടിൽ ചെന്ന് പോയി വീണ്ടും എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്മരിക്കണം. നമ്മളൊക്കെ വീട്ടിൽ ചെന്ന് പിന്നെ വിഡ്ഢിപെട്ടി നോക്കിയിരിക്കും, സ്മരിക്കാറില്ല. മനനം കൂടി വേണം, അപ്പോഴേ മുക്തി കിട്ടുള്ളൂ. പിന്നെ 7 ദിവസം പട്ടിണി കിടന്നാണ് ഭാഗവതം കേട്ടു പ്രേതം. നമ്മൾക്ക് അങ്ങനെ സാധിക്കില്ല. പിന്നെ പ്രേതത്തിൻ്റെ ആയുസ് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഉടനെ മുക്തി കിട്ടി. നമുക്ക് ഉള്ള ആയുസ് വരെ ഭഗവാന്റെ കഥ കേട്ടിരുന്ന് പിന്നെ അവസാനം നമുക്കും സദ്ഗതി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആഖ്യാനം സമർപ്പിക്കുന്നു. പിന്നെ ഭാഗവതം എങ്ങനെ നടത്തണം അതിൻ്റെ വിധികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവതം സമർപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ സുഖാചാര്യൻ എത്തിച്ചേരുന്നു. സപ്താഹം നടത്തുന്ന സ്ഥലത്തിൽ സപ്താഹ ആചാര്യൻ അറിയാതെ എത്തിച്ചേരുന്നാൽ അത് ഭഗവാൻ നേരിട്ട് സ്വീകരിച്ചതായി നമുക്ക് കണക്കാക്കാം. ഒരു പശുവോ ഒരു ഗരുഡപക്ഷിയോ അങ്ങനെ മഹാത്മാക്കൾ ആരെങ്കിലും വന്നാൽ അതൊക്കെ നല്ല നിമിത്തമാണ്. അവർ സുഖാചാര്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് 2 ശ്ലോകം ഭാഗവതം പറയാൻ പറയുമ്പോൾ അദ്ദേഹം 2-3 ഭാഗവത ശ്ലോകം ചൊല്ലി പിന്നെ എല്ലാവരോടും നാമകീർത്തനം ചെയ്തു. ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല. ലക്ഷ്മീ നാരായണ രംഗ രംഗ വിഠല, ലക്ഷ്മീ നാരായണ രംഗ രംഗ വിഠല. പ്രഹ്ലാദൻ, നാരദൻ, സുഖാചാര്യൻ എല്ലാവരും ഒരുമിച്ച് അവിടെ നാമം ജപിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മുരളീധരനായി പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് എന്ത് വരം വേണം ചോദിക്കുന്നു നാരദനോട്. നാരദൻ പറഞ്ഞു, എവിടെയൊക്കെ സപ്താഹം നടക്കുന്നുവോ അവിടെ ചെന്ന് അവിടെ വരുന്ന ഭക്തന്മാരാണ് ഗ്രഹിക്കണം പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഭാഗവതം നടക്കുന്ന സ്ഥലത്ത് ഭഗവാന്റെ പൂർണ്ണ സാന്നിധ്യം ചൈതന്യം അവിടെ ഉണ്ടാകും. അവിടെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ വേണ്ടതൊക്കെ അനുഗ്രഹിക്കും. പക്ഷേ യാഥാർത്ഥ്യം സിൻസിയാരിറ്റി വേണം. 100% ശ്രദ്ധാവിശ്വാസത്തോട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായി കിട്ടും പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം മാഹാത്മ്യം സമർപ്പിക്കുന്നു.